Good morning all. So ഇന്ന് നമ്മൾ IEDയുടെ അടുത്ത ചാപ്റ്റർ പഠിക്കാനായിട്ട് പോവാണ്. അടുത്തത് 6th ചാപ്റ്റർ ആണ്. റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ റൂറൽ ഡെവലപ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തുകൊണ്ടാണ് റൂറൽ ഏരിയാസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ റൂറൽ അതുപോലെ തന്നെ അർബൻ ഏരിയാസ് ഉണ്ട് അല്ലേ? റൂറലും ഉണ്ട് അർബൻ ഏരിയാസും ഉണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് കൂടുതൽ ഡെവലപ്മെന്റ് ഈ റൂറൽ ഏരിയാസിൽ സാധ്യമാക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പൊ റൂറൽ ഡെവലപ്മെന്റ് എന്തിനാണ് റൂറൽ ഏരിയാസിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ വില്ലേജ് എക്കോണമിയെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ അർബൻ റൂറൽ ഏരിയാസ്, ഇപ്പൊ റൂറൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ വില്ലേജ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അർബൻ എന്ന് പറയുമ്പോൾ സിറ്റി ടൗണുകൾ അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ വില്ലേജ് എന്ന് പറയുന്നത് തീരെ സസ്റ്റൈനബിളി ഡെവലപ്ഡ് അല്ല, അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റിൽ പല പ്രശ്നങ്ങളും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് റൂറൽ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ റൂറൽ ഡെവലപ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി അത് വില്ലേജിലുള്ള ഡെവലപ്മെന്റ് ആണ്, അഥവാ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ റൂറൽ ഏരിയാസിൽ കൂടുതലായിട്ട് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ? പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലുള്ളതും റൂറൽ ഏരിയാസ് ആണ്. സോ റൂറൽ ഏരിയാസിൽ കൂടുതൽ അഗ്രികൾച്ചർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ആദ്യം തന്നെ നമുക്ക് റൂറൽ ഡെവലപ്മെന്റിലുള്ള ഇഷ്യൂസിനെ കുറിച്ച് നോക്കാം. അതിനെ ഓരോന്നിനെ എടുത്ത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കണം. അപ്പോൾ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെ മാത്രമല്ല ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പകരം റൂറൽ ലൈഫിന്റെ എല്ലാ ആസ്പെക്ട്സും അതിനകത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ ഡയമെൻഷൻസും അതിനകത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. അതായത് റൂറൽ ഡെവലപ്മെന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ലൈഫ്, റൂറൽ വില്ലേജ് ലൈഫിന്റെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോ കൃഷി മാത്രമല്ല അതിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുടെ വേറെ ഏതെങ്കിലും ഒരു ലൈഫ് മാത്രമല്ല അവിടെ പറയുന്നത്. പകരം എല്ലാ രീതിയിലുമുള്ള ഡെവലപ്മെന്റ് അവിടെ നമുക്ക് ഉറപ്പുവരുത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ആ മെയിൻ ആയിട്ടുള്ള ഡെവലപ്മെന്റ് പോസിബിൾ ആക്കുന്ന ഏരിയ നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഒന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ വരും അല്ലെ? എഡ്യൂക്കേഷൻ വരും. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഇത് വരും, ഹെൽത്ത് വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഹെൽത്തും ഉണ്ട്, എഡ്യൂക്കേഷനും ഉണ്ട്. അടുത്തതായിട്ട് ലാൻഡ് റിഫോം ആണ്. അതായത് ഇപ്പൊ നമ്മുടെ കേരളം, വെസ്റ്റ് ബംഗാൾ പോലത്തുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലാൻഡ് റിഫോമിന് വളരെ പേര് കേട്ടാണ് അല്ലെ? നമ്മൾ മറ്റേ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനിന്റെ ഒക്കെ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചപ്പോൾ ലാൻഡ് റിഫോം ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ലാൻഡ് റിഫോം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത് ഈ പറയുന്നത് പോലെ നമ്മൾ കൂടുതലും എന്താ ചെയ്യുന്നത്, അവിടെ നമ്മൾ ഈ ലാൻഡ് ഇല്ലാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന്, ലാൻഡ് ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ലാൻഡ് ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് കൊടുക്കുകയാണ്, നമ്മൾ ഭൂമി കൊടുക്കുകയാണ് അല്ലെ? അപ്പൊ ലാൻഡ് റിഫോം പോസിബിൾ ആക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. ഇപ്പം നമുക്കൊരു നഗരത്തിലേക്ക് പോയാൽ കാണുന്ന പല ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുപക്ഷെ വില്ലേജിൽ ഉണ്ടാവണം എന്നില്ല. ഇപ്പൊ നല്ലൊരു സ്കൂളോ ഹോസ്പിറ്റലോ ബ്രിഡ്ജോ ഒന്നും എന്ത് ചെയ്യണമെന്നില്ല, ഒരു റൂറൽ ഏരിയയിൽ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ അതൊക്കെ നമുക്ക് കൊണ്ടുവരണം അല്ലെ? പിന്നെ പോവർട്ടി, അതായത് റൂറൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പോവർട്ടി ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. അപ്പൊ ആ പോവർട്ടി ഇല്ലാതാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഡക്റ്റീവ് റിസോഴ്സസിന്റെ ഡെവലപ്മെന്റ്, അതായത് എല്ലാ രീതിയിലും നമ്മുടെ റിസോഴ്സസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതും ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ പോയിന്റ്സ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പൊ അതിനകത്ത് ലിറ്ററസി അഥവാ നമ്മൾ പറയുന്ന എഡ്യൂക്കേഷൻ പിന്നെ ഹെൽത്തും ആണ് വരുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഫീമെയിൽ ലിറ്ററസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം ഇന്ത്യയിലെ മെയിൽ ഫീമെയിൽ ലിറ്ററസി തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിൽ പോലും സ്ത്രീകളുടെ ഇലിറ്ററസി ഏകദേശം 45.4% കിടക്കുകയാണ് അല്ലെ? അതായത് സ്ത്രീകളുടെ ഇലിറ്ററസി കൂടുതലാണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ അതൊരു പ്രശ്നമാണ്. പിന്നെ എഡ്യൂക്കേഷന്റെ കാര്യം നമുക്ക് പറയാം അല്ലെ? എഡ്യൂക്കേഷൻ അല്ലാതെ നോക്കുമ്പോൾ അതിനുള്ള പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. സ്കിൽ ഡെവലപ്മെന്റ് കുറവാണ്. അതായത് നമ്മുടെ രാജ്യത്ത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കുറവാണ് അല്ലെ? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കുറവാണ്. അപ്പൊ ഇതെല്ലാം ലിറ്ററസി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി വെൻ ഇറ്റ് കംസ് ടു ഹെൽത്ത് എന്താണ്? സാനിറ്റേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്റേഷൻ കൊടുക്കുക, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സും സംഭവങ്ങളും, പബ്ലിക് ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുക അല്ലെ? അപ്പൊ അത് ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ലിറ്ററസിയും ഹെൽത്തും ഇതിനകത്ത് വരുന്നതാണ്.
രണ്ടാമതായിട്ട് നമുക്ക് ലാൻഡ് റിഫോം ആണ്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ലാൻഡ് ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ലാൻഡ് ഇല്ലാത്ത ആൾക്കാർക്ക് ഭൂമി കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാൻഡ് റിഫോം എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി ഈ നാട്ടുപുറത്തൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ്, പണ്ടൊരു ജന്മി ഉണ്ടായിരിക്കും, ഈ ജന്മിയുടെ കീഴിലാണ് മിക്കവാറും എല്ലാ ആൾക്കാരും വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഭൂമിയെ പോലെ നമ്മൾ ഒരിക്കലും ഒരു വേറൊരാളുടെ ഭൂമിയെ ട്രീറ്റ് ചെയ്യില്ല. അതായത് സ്വന്തം ഭൂമിയിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു കർഷകൻ വേറൊരാളുടെ ഭൂമിയിൽ ചെന്ന് കഴിഞ്ഞാൽ അത്രയും പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ഇവിടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ ലാൻഡ് റിഫോം തന്നെയാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഭൂമി കയ്യിൽ വന്നാൽ മാത്രമേ ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സംഭവം കൂട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതൊരു കാര്യമാണ്. രണ്ടാമത്തേത് അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്. അപ്പൊ നേരത്തെ ജന്മികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഭൂ ഉടമകൾ അല്ലെ ജന്മികൾ ഉണ്ടായിരുന്നു. ഈ ജന്മികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ടില്ലേഴ്സ് ഉണ്ടായിരുന്നു, അഥവാ നമ്മൾ പറയുന്ന കർഷകരല്ല, ഉഴുതുന്ന ആൾക്കാർ, കുടിയാന്മാരെന്നൊക്കെ പറയും, അവരുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ജന്മിമാരൊക്കെ ഒരു മിഡിൽ പേഴ്സൺസ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇടനിലക്കാരായിട്ട് നിന്നിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയാന്മാർക്ക് അവരുടെ മണ്ണിന് മേലുള്ള അവകാശം, അതായത് അവര് ഉഴുതുമറിക്കുന്ന, അവര് അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭൂമിയാണ് അല്ലെ. അപ്പൊ അതിന്റെ അവകാശം സംരക്ഷിക്കുക എന്നുള്ളത്. പിന്നെന്താണ്, ഈ പറയുന്ന കൾട്ടിവേറ്റേഴ്സിനെ, കർഷകരെ പല രീതിയിൽ അന്ന് ചൂഷണം ചെയ്തിരുന്നു, അപ്പൊ അത് ഇല്ലാതാക്കുക. അപ്പൊ ഈ ഒരു 4 കാര്യങ്ങളാണ് നമ്മൾ ലാൻഡ് റിഫോം അഥവാ ഭൂപരിഷ്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, മിഡിൽമെനെ ഒഴിവാക്കുക, അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, പിന്നെ കൾട്ടിവേറ്റേഴ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഗുജറാത്തിന്റെയൊക്കെ ഉൾപ്രദേശങ്ങളിലോട്ട്, അതായത് റൂറൽ ഏരിയാസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മിക്കവാറും ഒരു വീട്ടിലും കറണ്ട് ഇല്ല. അവിടെ കറണ്ട് ഇല്ലാത്ത വീടുകൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളം കിട്ടാത്ത അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇല്ലാത്ത, നിങ്ങൾ ഫാലിമി എന്ന് പറയുന്ന ഒരു മലയാളം പടം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് നോർത്ത് ഇന്ത്യ ഒക്കെ കാണിക്കുന്നുണ്ട്, UP-യുടെ ഭാഗങ്ങളൊക്കെ. അവിടെയൊക്കെ ആണെങ്കിൽ അവർ കുറേ നേരം ഇങ്ങനെ കാത്തിരുന്നിട്ട് ഒരു ബസ്സൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ യാഥാർത്ഥ്യമാണ്. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതൊക്കെ കൂടുതലും റൂറൽ ഏരിയാസിലാണ് അല്ലെ. അർബൻ ഏരിയയിലാവുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ആ ഒരു പോയി വരേണ്ട ഒരു ചുമതല വരുമ്പോഴത്തേക്കും അവിടെ ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. പക്ഷെ റൂറൽ ഏരിയയിൽ അത് ഉണ്ടാവില്ല. ഇപ്പൊ ഇലക്ട്രിസിറ്റി, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ട് പോലത്തുള്ള കാര്യങ്ങൾ. പിന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ്, അതായത് നമുക്കറിയാം ലോണുകൾ കിട്ടുന്ന അല്ലെ, അഗ്രികൾച്ചർ ക്രെഡിറ്റ്. മാർക്കറ്റിംഗ്, അതായത് നിങ്ങൾ ഈ മണ്ഡി എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടായിരിക്കും. ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും ഒക്കെ കാണുന്ന മാർക്കറ്റ്, അഗ്രികൾച്ചർ മാർക്കറ്റുകളെയാണ് മണ്ഡി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള മണ്ഡി സംഭവങ്ങൾ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെ, ഗവൺമെന്റ് ആയാലും അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ വില്ലേജ് റോഡുകൾ, ഫീഡർ റോഡുകൾ, അതായത് ഇപ്പൊ ഹൈവേ കൂടുതലും പോകുന്നത് എവിടെ കൂടെ ആയിരിക്കും, ഹൈവേ കൂടുതലും പോകുന്നത് അർബൻ ഏരിയാസിലൂടെ ആയിരിക്കും. അപ്പൊ അതിനെ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള കൊച്ചു കൊച്ചു റോഡുകളെയാണ് നമ്മൾ ഈ ഫീഡർ റോഡുകൾ, വില്ലേജ് റോഡുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ പണിഞ്ഞു കൊടുക്കുക. അപ്പൊ ആൾക്കാർക്ക് പെട്ടെന്ന് ഹൈവേയിലേക്ക് എത്താമല്ലോ. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ റിസർച്ച് നടത്തുക, അതായത് ഇവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കാലാവസ്ഥ കാരണം എന്തെങ്കിലും ക്രോപ്പിന് പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് വേണ്ട ഹെൽപ്പൊക്കെ കൊടുക്കുക. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ, ഇലക്ട്രിസിറ്റി, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ലോണാണ്, മാർക്കറ്റിംഗ്, അതുപോലെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, പിന്നെ വില്ലേജ് റോഡുകൾ, ഫീഡർ റോഡുകൾ, അഗ്രികൾച്ചർ റിസർച്ച്, അതൊക്കെ ഓർക്കുക. ഓക്കെ. ഇനി പോവർട്ടി അല്ലെ, പോവർട്ടി നമുക്ക് ഒഴിവാക്കണം. അപ്പൊ പോവർട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല പുതിയ പുതിയ പദ്ധതികൾ അല്ലെ, ഇപ്പൊ AAY പോലത്തുള്ള അന്ത്യോദയ അന്ന യോജന പോലത്തുള്ള പരിപാടികൾ നമ്മൾ കുറെ എക്സാമ്പിൾ പറഞ്ഞാണ്. MGNREGA അല്ലെ, മൻരേഗ, അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പോലത്തുള്ള സംഭവങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതി. അപ്പൊ അതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള പോലെ റൂറൽ ഏരിയാസിലെയും പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വീക്കർ സെക്ഷൻസ് ഓഫ് പോപ്പുലേഷൻ, അതായത് SC/ST പോലത്തുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, ഇവർക്ക് റൂറൽ ഏരിയാസിൽ തന്നെ ഇവർക്ക് വേണ്ട എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കൊടുക്കുക. അപ്പൊ ഇതെല്ലാം അലിവിയേഷൻ ഓഫ് പോവർട്ടി നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. ലാസ്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്കുള്ള റിസോഴ്സുകളെ ഏറ്റവും നല്ല രീതിക്ക് ഉപയോഗിക്കുക, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക, അതായത് അതിനെ പൂർണ്ണ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫാം ഏരിയാസിൽ മാത്രമല്ല നോൺ ഫാം ഏരിയാസിൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക. അതായത് ഇപ്പം കൂടുതലും നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് റൂറൽ അർബൻ മൈഗ്രേഷൻ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പഠിച്ചു. അപ്പൊ ഈ റൂറൽ അർബൻ മൈഗ്രേഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫാം ഏരിയാസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാറ്റിയിട്ട് നോൺ ഫാം ഏരിയാസിൽ കൂടെ വേണ്ട പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇൻസെന്റീവുകൾ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതാണ്, ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഹ്യൂമൻ റിസോഴ്സസിന്റെ കാര്യം പറയാം, ലാൻഡ് റിഫോം, അതുപോലെ തന്നെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. അപ്പം ഇതെല്ലാം നമുക്ക് പ്രധാനപ്പെട്ട റൂറൽ ഡെവലപ്മെന്റിലുള്ള ഇഷ്യൂകളായിട്ട് പറയുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. എന്താണ് റൂറൽ ക്രെഡിറ്റ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, അഗ്രികൾച്ചർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ കൊടുക്കുന്നതാണ് അല്ലെ. ലോൺ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെ കൃഷി അല്ലാതുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരും റൂറൽ ഏരിയാസിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട ലോൺ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ റൂറൽ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം credit facilities in rural areas have contributed a large increase in agriculture productivity. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂറൽ ക്രെഡിറ്റ് വന്നതിന് ശേഷം അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതായത് ആൾക്കാർ നല്ല രീതിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ കൃഷിയിലൊക്കെ ആണെങ്കിലും ഉൽപ്പാദനക്ഷമത കൂടിയതായിട്ടും എംപ്ലോയ്മെന്റ് ഫെസിലിറ്റീസ് ഈ നോൺ ഫാമിംഗ് ഏരിയാസിൽ കൂടിയതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ലോണിന്റെ ആ ഒരു ബലത്തില്. ഓക്കെ, അപ്പൊ ലോണുകൾ വന്നത് കാരണം കൂടുതൽ ആൾക്കാർക്കും അങ്ങനെയൊക്കെയുള്ള ഗുണം ഉണ്ടായി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂടി, അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചർ സെക്ടറുകളിൽ എംപ്ലോയ്മെന്റ് കൂടി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതിനകത്ത് സോഴ്സസ്, രണ്ട് രീതിയിലുള്ള സോഴ്സസ് ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റൂറൽ ക്രെഡിറ്റ് നമുക്ക് രണ്ട് രീതിയിലായിരിക്കും അവൈലബിൾ ആകുന്നത്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സുകളാണ്, രണ്ടാമത്തത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സുകളാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ, നബാർഡ്, അല്ലെങ്കിൽ നമുക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, കുടുംബശ്രീ പോലത്തുള്ള അതൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ക്രെഡിറ്റ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ്, അതായത് നല്ല ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള കമ്പനികൾ, കോർപ്പറേഷനുകൾ, ബാങ്കുകളൊക്കെ തരുന്ന ആ സഹായത്തെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബലമാണ്. അതായത് ആ ഗവൺമെന്റും കൂടെ ബാക്ക് ചെയ്തിട്ടുള്ള ഫണ്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതല്ല. നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്ന രീതി ഉണ്ടല്ലോ. അതായത് നമുക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പലിശക്കാരുടെ കയ്യിൽ നിന്ന് പോയി വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് പോയി വാങ്ങിക്കും, അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും കച്ചവടക്കാരന്റെ കയ്യിൽ നിന്നോ കമ്മീഷൻ ഏജന്റിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഭൂവുടമയുടെ കയ്യിൽ നിന്നോ ഒക്കെ വാങ്ങിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അതിനെയാണ് നമ്മൾ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ അവിടെ ബാങ്കും അതിന്റെ അനുബന്ധ കമ്പനികളും സംഘടനകളും ഒക്കെ വരും. നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ വ്യക്തികളായിരിക്കും, ഇൻഡിവിജ്വൽ ബേസ്ഡിൽ വാങ്ങുന്നതായിരിക്കും കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അവിടെ ഒരു ഗവൺമെന്റ് ബാക്ക്ഡ് ഒന്നുമല്ല. ഇപ്പൊ പലിശക്കാരൊക്കെ എന്തുമേ പലിശയൊക്കെ കണ്ടിച്ച് വാങ്ങിക്കുന്നത് നമുക്കറിയാം. അപ്പൊ അതാണ് റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റൂറൽ ക്രെഡിറ്റ് എന്താണ്, ഇതിന്റെ രണ്ട് സോഴ്സസ് പഠിച്ചു വെച്ചിരിക്കുക. ഇനി നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ വളരെ മിതമായിട്ടുള്ള പലിശ നിരക്കിൽ ഈ കർഷകർക്ക് ക്രെഡിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ലോൺ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഓക്കെ, അതായത് ഏകദേശം റൂറൽ ക്രെഡിറ്റിന്റെ 30% കൊടുക്കുന്നത് ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, കോപ്പറേറ്റീവ് ആയിട്ടുള്ള ബാങ്കുകളൊക്കെ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെ. അപ്പൊ ഇവരൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് ഏറ്റവും സഹായമായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ മണി ലെൻഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കണ്ടിച്ചായിരിക്കും എന്ത് പലിശയൊക്കെ വാങ്ങിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ നമുക്ക് പൈസ തന്നാലും അതിനൊക്കെ പലിശയും മുതലും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു പൈസ. ഇപ്പൊ തന്നെ ഈ കർഷകരൊക്കെ സൂയിസൈഡ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ കാരണം നമ്മൾ പറയുന്നത് ഈ കടക്കെണിയാണ് അല്ലെ, ഡെപ്റ്റ് ട്രാപ്പ് ആണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് വരുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ റൂറൽ ക്രെഡിറ്റിന്റെ 30% കൊടുക്കുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ മണി ലെൻഡേഴ്സിന്റെ ആ ഒരു പിടിയിൽ നിന്ന് ഈ കർഷകരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു സംഭവമാണ് ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികൾ. അപ്പൊ അത് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യ മൊത്തം ഇപ്പൊ ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് നിൽക്കുന്നത്. അതായത് സാധാരണക്കാരെല്ലാം ചെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ ലോണായിട്ട് എടുക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റൂറൽ ഏരിയാസിൽ കറക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് എന്താ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് പെട്ടെന്ന് വേറെ ഒരു പാടുമില്ല, അവർക്ക് കറക്റ്റ് സമയത്ത് തന്നെ ആ ഒരു ക്രെഡിറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ കാര്യങ്ങളായിട്ട് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് വളരെ മിതമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുപോലെ തന്നെ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകൾ ഉണ്ട്. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോങ് ടേം ക്രെഡിറ്റ് ആണ് തരുന്നത്. അതായത് നമുക്ക് നീണ്ട കാലത്തേക്കുള്ള വായ്പകൾ തരും. ആ വായ്പകൾ തരുന്നതിന് നമ്മൾ പകരം കൊടുക്കേണ്ടത് എന്താണ്, മോർഗേജ് ഓഫ് ലാൻഡ് ആണ്. അതായത് ഭൂമി പണയം വെച്ചിട്ടായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ഉള്ള വായ്പകൾ എടുക്കുന്നത്, ഭൂമി പണയം വെച്ചിട്ട്. അപ്പൊ ലോങ് ടേം ക്രെഡിറ്റ് ആണ്. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഭൂമിയിൽ എന്തെങ്കിലും പുതിയതായിട്ട് പണിയണമെങ്കിലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പുതിയ എന്തെങ്കിലും അഗ്രികൾച്ചർ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങണമെങ്കിലോ ഒക്കെ നമ്മൾ
നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകൾ ഉള്ളത് കേട്ടോ, LDBകൾ ഉള്ളത്, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകൾ. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ലോങ് ടേം ക്രെഡിറ്റ് നൽകുക എന്നുള്ളതാണ്. ഷോർട്ട് ടേം ഇല്ല, ലോങ് ടേം ആയിരിക്കും, ഒരു 10-15 വർഷത്തേക്കൊക്കെ ഉള്ളതായിരിക്കും തരുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെ, നമ്മുടെ SBI, കാനറ ബാങ്ക് അങ്ങനത്തെ ഉള്ള ബാങ്കുകളെല്ലാം നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളായിട്ടാണ് പറയുന്നത്. അപ്പം 1969 നമ്മൾ ഏകദേശം 14 ബാങ്കുകളും 1980 6 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു എന്ന് LPGയുടെ പാഠത്തിലാണെന്ന് തോന്നുന്നു പഠിച്ചായിരുന്നു. അപ്പൊ ആ നാഷണലൈസേഷൻ അല്ലെ, ഇന്ദിരാഗാന്ധി ദേശസാത്കരണം നടത്തി ബാങ്കുകളെ നാഷണൽ ബാങ്കുകളാക്കി മാറ്റിയപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ക്രെഡിറ്റിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്, അതായത് വായ്പകൾ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ ഏരിയാസിലുള്ള ഫാർമേഴ്സിനെ അവർ ഡയറക്ട്ലി ആണ് ഹെൽപ്പ് ചെയ്തത് അല്ലെ. അപ്പൊ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ, മീഡിയം, ലോങ് ടേം ലോണുകളാണ് കൊടുക്കുന്നത്. അപ്പം LDB ലോങ് ടേം മാത്രമേ ഉള്ളെങ്കിൽ ഇവര് സ്മോൾ, അതായത് കുറച്ച് നാളത്തേക്ക്, ഷോർട്ട് ടേം ആണെങ്കിലും മീഡിയം ആണെങ്കിലും ലോങ് ടേം ലോണുകളും കൊടുക്കും. അതുപോലെ തന്നെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, അതായത് ഇപ്പം ഒരു കർഷകൻ എന്തെങ്കിലും ഒരു സാധനം ഉൽപ്പാദിപ്പിച്ചാൽ അത് മാർക്കറ്റിൽ എത്തിക്കാൻ കൂടെ അവരെ സഹായിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അതിന് സഹായിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മണ്ടികളില്ലേ, ഈ മണ്ടികളിലേക്ക് എത്തിക്കുമ്പോഴും ഈ പറയുന്ന ബാങ്കുകളുടെ സപ്പോർട്ട് ചില ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ 1969, 1980 നാഷണലൈസേഷന് ശേഷമാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൂടുതൽ ആക്റ്റീവായിട്ട് വായ്പകൾ കൊടുക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അടുത്തതാണ് RRB അഥവാ റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. റീജിയണൽ റൂറൽ ബാങ്കുകൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റൂറൽ ഏരിയാസിൽ ഈ പരിപാടികളെല്ലാം കൊണ്ടുവന്നിട്ടും അവിടെ ഒരു ഗ്യാപ്പ് അപ്പോഴും നിലനിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ആ ഗ്യാപ്പ് ഇല്ലാതാക്കാതെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ RRBയുടെ ചുമതല എന്ന് പറയുന്നത്. അപ്പൊ RRB വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത്, അതായത് ഫെസിലിറ്റീസ്, ബാങ്കിങ് ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഏറ്റവും ചെറിയ കർഷകർക്ക് പോലും ഈ പറയുന്ന വായ്പകളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കാൻ വന്ന ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ അഥവാ RRB എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ തന്നെ വളരെ ഉൾപ്രദേശങ്ങളിലൊന്നും ഈ ബാങ്ക് എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല. അപ്പം അവിടെ ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നബാർഡ്, ഈ നബാർഡിന്റെ ഫുൾ ഫോം അങ്ങ് പഠിച്ചു വെച്ചേക്കുക, PYQ ആണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് കേട്ടോ. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. അതാണ്ട് ഈ പേരിനകത്ത് തന്നെ പറയുന്നുണ്ട് അല്ലെ, റൂറൽ ഡെവലപ്മെന്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു കമ്മിറ്റിയുടെ കീഴിലാണ് ഈ നബാർഡ് എന്ന് പറയുന്ന സംഭവം ഫോം ചെയ്യുന്നത്. നമുക്ക് നേരത്തെ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ, ഈ പ്ലാനിംഗ് കമ്മീഷനിലെ മെമ്പർ ആയിരുന്ന ശ്രീ B. ശിവരാമൻ, അദ്ദേഹമാണ് ഈ നബാർഡിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് റൂറൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അതായത് റൂറൽ ഏരിയാസിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ അർബൻ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അത്യാവശ്യം ഇൻകം കിട്ടുന്നുണ്ട്, അവർക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ലൈഫാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു എ റൂറൽ ഏരിയ, അവിടെ ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആയിരിക്കും അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കാൻ പോകുന്നത്. അതായത് വളരെ ചീപ്പ് റേറ്റിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് ഇവർക്ക് വായ്പകൾ കൊടുത്താൽ അത് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ലൈഫ് ബെറ്റർ ആവും എന്നാണ് ശിവരാമൻ പറഞ്ഞത്. അപ്പൊ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വേണമെന്ന് പറഞ്ഞു. അതാണ് നബാർഡ് എന്ന് പറയുന്നത്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പൊ ഈ ശിവരാമന്റെ പേര് മറന്നു പോകരുത്, നമുക്ക് മാച്ച് ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ നബാർഡ് ആക്ച്വലി വരുന്നത് 1981 ഒരു ആക്ട് വഴിയാണ്. 1982 നബാർഡ് ആക്ച്വലി നിലവിൽ വരുന്നത് 82 81 ആക്ട് വഴിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നബാർഡിന്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊരു 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതായത് റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ അപ്പെക്സ് ഫിനാൻസിങ് ഏജൻസി ഏതാന്ന് ചോദിച്ചാൽ അത് നബാർഡാണ്. അതായത് നബാർഡിന്റെ പേരിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ, റൂറൽ ഡെവലപ്മെന്റ്. അപ്പൊ റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ ബാങ്ക് ആണ് ഇത് നബാർഡ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ തരത്തിലുള്ള ഹെൽപ്പും അത് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് വായ്പകളാണെന്നുണ്ടെങ്കിലും അല്ലെ ആൾക്കാർക്ക് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ആ വായ്പകൾ മോണിറ്റർ ചെയ്യുന്നതായാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് ആയാലും അപ്പൊ ഇങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളിലൂടെ ഹെൽപ്പ് അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇതെല്ലാം ഇൻഡയറക്ട്ലി ആണ് കേട്ടോ, ഒന്നും ഡയറക്ട്ലി ഒന്നും നബാർഡ് കൊടുക്കുന്നില്ല, ഇതെല്ലാം ഇൻഡയറക്ട്ലി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ റൂറൽ ഫിനാൻസിങ് ആക്ടിവിറ്റികളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നു. നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ ഉടനീളം നടക്കുന്ന തരത്തിലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരുമിപ്പിച്ച് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ അത് നബാർഡാണ്. അപ്പൊ നബാർഡ് ഒറ്റയ്ക്കല്ല, നബാർഡിന്റെ പിറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റുകളുണ്ട്, RBI ഉണ്ട്, മറ്റ് പ്രധാനപ്പെട്ട നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പോളിസി ഒക്കെ ഉണ്ടാക്കുന്നത്. സോ നബാർഡ് ഒറ്റയ്ക്കല്ല. ഓക്കെ,
അപ്പൊ അവർ റീഫിനാൻസിങ് ഏജൻസിയാണ്, കറക്റ്റ് പറഞ്ഞാൽ റീഫിനാൻസിങ് ഏജൻസിയാണ്. അതായത് നബാർഡ് ഏറ്റവും ടോപ്പിൽ നിൽപ്പുണ്ട്. അപ്പൊ നബാർഡ് മേളിലെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും നബാർഡ് ഡയറക്റ്റ്ലി ഇവരുടെ ജീവിതത്തിലൊന്നും കയറി ഇടപെടത്തില്ല. പകരം എന്താ ചെയ്യുന്നത്, ഇവരുടെ താഴെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇപ്പൊ RRB ഒക്കെ ഉണ്ട്, RRB ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ട സഹായങ്ങൾ, റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത്. അപ്പൊ RRBയുടെ ഡയറക്റ്റ് കൺട്രോളിലാണ്. പക്ഷെ RRB ആരുടെ കൺട്രോളിലാണെന്ന് ചോദിച്ചാൽ അത് നബാർഡിന്റെ കൺട്രോളിലാണ്. അപ്പൊ നബാർഡ് ഡയറക്റ്റ്ലി ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് ഫെസിലിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ കോപ്പറേറ്റീവ് ബാങ്കുകളെയും RRBയും ഒക്കെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം, നമ്മുടെ നബാർഡിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഈ താഴെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് വേണ്ട ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്, അല്ലെ, ക്ലയന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നോക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ നബാർഡിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ്. അപ്പൊ നബാർഡിന്റെ ഡ്യൂട്ടീസ് മറന്നു പോകരുത്. റീഫിനാൻസിങ് ഏജൻസി ആണെന്നുള്ള കാര്യവും താഴെയുള്ള ആൾക്കാരെ നോക്കുന്ന കാര്യവും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ശിവരാമൻ കമ്മിറ്റി ഫുൾ ഫോം ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത്രയും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് ഒന്നുകൂടെ പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റൂറൽ ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കി. അതിനുശേഷം അതിന്റെ ഇഷ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂറൽ ക്രെഡിറ്റ് ആണ് പിന്നെ പറഞ്ഞത്. അതിനകത്ത് തന്നെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ നബാർഡ് വരെയാണ് ഡിസ്കസ് ചെയ്ത് നടത്തിയത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് തൊട്ടായിരിക്കും അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ട് വരിക. താങ്ക് യു.